മക്കളെല്ലാവരെയും നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ദൂരത്തുനിന്നും ചാരത്തുനിന്നും ഈ പ്രിയപ്പെട്ട മാതാവിനെ കാണുവാൻ, അവസാനമായിട്ട് മുഖം ദർശിക്കുവാൻ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കൊക്കെ നേർന്നുള്ള പ്രിയ അച്ഛനെ ഓർക്കുന്നു, കൃപയിൽ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട വിനോദാനെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപയിൽ പ്രിയ മകനെയും പ്രിയപ്പെട്ടവരെയും കുഞ്ഞുങ്ങളെയും ശക്തീകരിക്കണമേ. പ്രിയപ്പെട്ട അനിയെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയ മക്കള് ഇവിടെ താമസിച്ച് ഈ മാതാവിനെ ശുശ്രൂഷിക്കുവാനും ഈ കുടുംബത്തിൽ പാർക്കുവാനും കഴിയുന്ന ആളുകൾ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ക്രൈസ്തവ സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ പ്രിയ മാതാവിനെ കഴിഞ്ഞ നാളുകൾ ബലപ്പെടുത്തി നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയോടെ ഞങ്ങൾക്ക് ഇന്ന് ഈ പ്രിയപ്പെട്ട മാതാവിനെ യാത്ര ചെയ്യുവാൻ കൂടുതൽ സഹായിക്കണമേ. ഈ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയും മനസ്സിൽ നിന്ന് ദുഃഖത്തെയും ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടുള്ള ഉടുപ്പുള്ളവരായിരിക്കണമെങ്കിൽ സ്വർഗീയമായ ഞങ്ങളെ പാർപ്പിടം മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഒലിയുവാനുള്ള മർത്യമായത് ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കിയാൽ നിങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടേണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷിയിലും വെളിപ്പെട്ടിരിക്കുന്നു.
എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവനോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ വിവശന്മാർ എന്ന് വരികിൽ ദൈവത്തിന് സുബോധമുള്ളവർ എന്ന് വരികിൽ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവനെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചും ഇരിക്കുന്നു. ആകയാൽ ഞങ്ങൾ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. മൺമയമാവിയുലകിൽ കാണുന്നതുമായ മൺമയമാവിയുലകിൽ കാണുന്നതുമായ വന്മഹിമ ധനസുഖങ്ങൾ സകലവുമായ വന്മഹിമ ധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ മണ്ണിൽ നമ്മൾ ശോകക്കൊടും വെയിലയോ വീഴുന്നു വാടി. ശോകക്കൊടും സ്വർഗം ആസന്നദേശം കേവലമീ ഭാരിടമോ വെറും പരദേശം. കേവലമീ ഭാരിടമോ വെറും പരദേശം. മൺമയമാവിയുലകിൽ കാണുന്നതുമായ മൺമയമാവിയുലകിൽ കാണുന്നതുമായ വന്മഹിമ ധനസുഖങ്ങൾ സകലവുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവുമായ എല്ലാ പ്രളയത്തിനും മുമ്പുള്ള കാലത്ത് നോഹപ്പെട്ടതിൽ കഴിയുന്ന വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തു പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുമ്പോഴും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യരുടെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരിക്കലിൽ കുടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് വന്നിരിപ്പിക്കും. കള്ളൻ വരുന്നയാമം ഇന്ന് വീട്ടിലെ അറിയുമെങ്കിൽ അവൻ ഓടുന്നിരിക്കുകയും തന്റെ വീട് നിരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികൾ പരിശോധന വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്രമിച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസന്മാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനവനെ തനിക്കുള്ള സ്വർഗ്ഗത്തിൽ യജമാനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി
യജമാനൻ വരുവാൻ താമസിക്കുന്ന ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിരുന്ന കുടിപ്പാനും തുടങ്ങുകയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ തെറ്റിപ്പിച്ചു അവനെ കപടഭക്തിക്കാരോടുകൂടെ പങ്കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകളിയും ഉണ്ടാകും. ആർക്കെങ്കിലും അനുശോചനം അറിയിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവർക്ക് ഇപ്പോൾ അതിനുള്ള സമയം ഉണ്ട് എന്നത് പ്രത്യേകമായിട്ട് അറിയാം. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി
തേജസ്സേറും കേറുബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശക്തിയായും ഉണ്ടാവിടെ കൂടാരത്തിനകത്തുണ്ട്. ശക്തിയായും ഉണ്ടാവിടെ ഭക്തന്മാരാം സഹോദര വിളക്കുപൊക്കോടെയുണ്ട്. ഭക്തന്മാരാം സഹോദര വിളക്കുപൊക്കോടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്. മെസ്സമേലണ്ടപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്. മെസ്സമേലണ്ടപ്പമുണ്ട്. പ്രാകാരത്തിലെന്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. പ്രാകാരത്തിലെന്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമകനത്രേ എന്നും എന്റെ രക്ഷകൻ. യാഗപീഠമകനത്രേ എന്നും എന്റെ രക്ഷകൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ. സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ഇപ്പോൾ പാസ്റ്റർ ദിനീസ് കറിയാം ഷാറാം കലോഷി ലിക്കാനോ പൂർണ്ണാതിശോധനം രേഖപ്പെടുന്നു. കർത്താവിന്റെ മാതാവിന്റെ ഉപയോഗത്തിൽ ായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവ്വയാശ്വാസങ്ങളെയും ഉടയവനായ കർത്താവ് ഈ സമാധാനത്തോട് നൽകട്ടെ. ഞാനൊരു സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം കരഞ്ഞരുത്, ഭ്രമിക്കരുത് എന്ന് പറഞ്ഞ കർത്താവിന്റെ സമാധാനം പ്രിയപ്പെട്ടവരുടെ ഓരോരുത്തരെയും ഹൃദയം നടക്കട്ടെ. മാതാവിന്റെ സഹോദരൻ ജനിച്ചാനുമായിട്ടുള്ള ബന്ധത്തിലാണ് പലരും കടന്നു വരുവാനായി തീർന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ശാഖമായി ബന്ധപ്പെട്ട് പല കുടുംബങ്ങളും ഈ ഭവനവുമായിട്ട് ബന്ധമുള്ള
കുടുംബങ്ങളാണ്. ഇങ്ങനെ പലരും സഭയുമായി ബന്ധപ്പെട്ട് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവം പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ക്രിസ്തീയ ഇതിഹാസങ്ങളുടെ ശ്രേഷ്ഠകരമാണല്ലോ മരണം കൊണ്ട് അവസാനിക്കാത്ത ശ്രേഷ്ഠകരമായ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം കഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഈ വാക്കുന്ന നമ്മുടെ ശരീരം നാം വസിക്കുന്ന ഈ ഭവനവും ഭൂമിയിൽ നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും താൽക്കാലിക സംവിധാനങ്ങൾ മാത്രമാണ്. ഒരു ദൈവത്തിൻ്റെ സ്മരണത്തോളം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ നിത്യമായത് നിലനിൽക്കുന്നത് കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചും വ്യക്തമായ ബോധ്യം തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയും അപ്രകാരം യേശുവിനോട് കൂടെ വരുത്തും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ആ വിശ്വാസവും പ്രത്യാശയുമാണല്ലോ ഈ ഭൂമിയിൽ ജയകരമായ ജീവിതത്തിനായിട്ട് തന്നെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഏത് മനുഷ്യനും കുറച്ചു നിന്നാലും ഒരു ശ്വാസമുണ്ട്. മനുഷ്യർക്ക് വെറും നിഴലായി നടക്കുന്നു, വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു, എൻ്റെ പ്രത്യാശ നിങ്ങൾ ദർശിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ താൽക്കാലികമായ ഈ ജീവിതത്തിനപ്പുറമായുള്ള നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനായിട്ട് ദൈവമേ സഹായിക്കട്ടെ. മനുഷ്യൻ്റെ നിത്യത എവിടെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ചുരുങ്ങിയ സമയങ്ങളാണ് ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ആയുസ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് കാലൊരു ക്രൂശിതയാഗമായി തീർന്ന യേശു കർത്താവിൻ്റെ ക്രൂശമെന്നുള്ള വിശ്വാസത്താൽ യേശുവിനോടുള്ള നിത്യത നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയും. ആ നിലയിൽ പ്രത്യാശയുടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സർവവിശ്വാസങ്ങളുടെ കർത്താവ് അവിടുത്തെ ദൈവസമാധാനത്താൽ നിറയ്ക്കട്ടെ. ഇന്ന് പലവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ പ്രദാനം ചെയ്യുന്ന മൂന്നാമത് ക്ഷേമത്തിലും വ്യക്തിപരമായിട്ടും ദുഃഖവും ക്രിസ്തീയ പ്രത്യാശയും പങ്കിട്ടുകൊണ്ട് അവസരം നൽകിയ ദൈവദാസന്മാർക്ക് നന്ദി പറഞ്ഞ് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.
സ്വച്ഛാദനം
പ്രസംഗം 3:1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിനുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലയിടുവാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാകുവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞുകളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു നിശ്ചിതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതും അല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നു കുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാകുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്ന് കൂട്ടുവാനും അതിൽ നിന്നൊന്ന് കുറക്കാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടുത്തേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളത് മുമ്പുണ്ടായിരുന്നത് തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥലത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അത് തന്നെ അവന്റെ ഓഹരി. തന്റെ ശേഷം ഉണ്ടാകാനിരിക്കുന്നത് കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും.
ഇപ്പോൾ തിരസ്കുടിത്താനിൽ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. സകല ആശ്വാസത്തിന്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, മനോഹരമായ ഈ ശനിയാഴ്ച ഉച്ചയോടടുത്ത സമയത്ത് ഈ വാത്സല്യ ഭവനത്തിന്റെ മറവില് യേശുവേ പ്രിയ മാതാവിന്റെ വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ മക്കളോട് ഒരുമിച്ച് പല ഭവനങ്ങളായിരുന്ന അടിങ്ങൾക്ക് അവിടുത്തെ ശ്രേഷ്ഠമാവനുമൊപ്പം ഒരു പ്രാവശ്യം കൂടെ അപ്പന്റെ പുനഃഭാഗത്ത് വരുമെന്ന വലിയ കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു പിതാവേ. യേശുവേ, അനേകർക്ക് നല്ല മാതൃക പ്രിയ മാതാവ് വെച്ചിട്ട് പോയതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൽ കൂടുതൽ അടുത്തു പോയതിനാൽ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൽ കൂടുതൽ അടുത്തുകൊണ്ട് യേശുവേ അനുമോന് വേണ്ടി ശിശയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ആശ്വസിപ്പിക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഈ ഭൂമിയിലെ ജീവിതം അടികൾക്ക് താൽക്കാലികമാകുന്നല്ലോ അപ്പ. നിത്യമായ ഒരു ഭവനം അവിടുന്ന് അടികൾക്ക് ഒരുക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം സ്വർഗത്തിൽ ഒരുക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ക്രമീകരണത്തെയും മാനിക്കുമറണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തെരുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ശ്രേഷ്ഠദാസന്മാരെ അതിന് ഒരുക്കുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാതാവിനോട് ബന്ധപ്പെട്ട മക്കളും മരുമക്കൾ കൊച്ചുമക്കള് ദൂരത്തും ചാരത്തും വിദേശത്തും സ്വദേശത്തുനിന്നും ആയിരിക്കുന്ന എല്ലാ മക്കളെ ഈ സമയം നിങ്ങൾ ഓർക്കുന്നു പിതാവേ. ഇനി വരുവാനുള്ള എല്ലാ മക്കളെയും കൂട്ടി വരുത്തുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സഹായിക്കണമേ യേശുവേ. കാലാവസ്ഥയെ നിങ്ങൾക്ക് അനുകൂലമാക്കി തെരുമാറണേ എന്നടിങ്ങൾ ഒത്തൊരുമിച്ച് യാചിക്കുന്നു പിതാവേ. പ്രിയ മാതാവിൻ്റെ നല്ല പാതയൊക്കെ അടിങ്ങൾക്ക് പിൻപറ്റുവാൻ സ്വർഗമേ ഇടയാക്കുമറണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സഹായിക്കണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ദുഃഖത്തിലിടയാക്കാതെ എൻ്റെ കണ്ണീരൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുടച്ചു കൊടുത്ത് സഹായിക്കുമറണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സമാധാന ഭവനത്തിന്മേൽ ഉണ്ടാകുമാറണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സഹായിക്കണമേ. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 എന്ന് തിരുവനടികളെ പഠിപ്പിക്കുമ്പോൾ അത് കഷ്ടവും പ്രയാസവും ദുഃഖവും ഒക്കെ നിറഞ്ഞാവുന്നടിങ്ങൾ അറിയുന്നു പിതാവേ. എങ്കിലും ഇത്രത്തോളം പ്രിയ മാതാവിനെ ശുശ്രൂഷിപ്പാനുള്ള കൃപയൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. കൂടി വന്ന എല്ലാ മക്കളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമറണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയിലും അവിടുത്തെ തിരുസാന്നിധ്യവും കൃപയും കൂടിയിരുന്ന് സഹായിക്കുമറണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. സകലതും അപ്പൻ്റെ പുനഃഭാഗത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. മാനവമോത്വം തിരുമേനി എടുത്താട്ട് പിതാവേ. യേശു ക്രിസ്തുവിൻ്റെ പുനഃനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമളുമാറാണമേ. ആമേൻ. ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ കുടുംബ സുഹൃത്തായിരിക്കുന്ന ഡി ബേബി അനുശോചനം രേഖപ്പെടുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയ മാതാവിൻ്റെ വേർപാടിലെ ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുക്കളായി പ്രിയപ്പെട്ടവരായി ചാർച്ചക്കാരായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ മാതാവും ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്ന ചെറുപ്രായത്തിൽ അടിച്ചു പിടിച്ച് വളർന്ന ഒരു സഹോദരിയാവുന്നു ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്നത്. വർഷങ്ങളോളം ഞങ്ങളെ ഒരു പ്രദേശത്ത് തൊട്ടടുത്ത വീടുകളിൽ താമസിച്ച് വളരെ സന്തോഷകരമായി പ്രത്യാശ നിർഭരമായ അനുഭവത്തിൽ വളർന്ന് വിഭാഗിതയായതോടുകൂടി ഈ പ്രദേശത്ത് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നെ പലപ്പോഴും അങ്ങനെ പോക്കുവരവൊന്നും വലുതായിട്ടൊന്നും ചെല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വരും, കാണും എന്നുള്ള ഒരു പരിസ്ഥിതിയിലായിരുന്നു പിന്നീടുള്ള ജീവിതം. യഥാർത്ഥത്തിൽ ഈ മരണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിട്ട് ഉള്ള ഒരു സംഗതിയാണ്. കാരണം ഏത് മനുഷ്യന് ജനിച്ചാലും ഒരു സമയത്തെ മരണം സംഭവിക്കും. അത് പ്രായം ഭേദമന്യേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന സമയം മുതൽ പ്രായമില്ലാത്ത ഏത് 100 വയസ്സ് അതിലധികമായിട്ടൊക്കെ ഉള്ള ആൾക്കാർ ഒക്കെയും ഈ മരണത്തിന് വിധേയരാകേണ്ടതാകുന്നു. ഇപ്പോൾ ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാനായിട്ടില്ല.
നല്ല ഒരു അടക്കം കൊടുക്കുന്നതല്ലാതെ ആ മാതാവ് താൻ പ്രിയമിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ യാത്രയായിരിക്കുന്നു. പ്രത്യാശ നിർഭരമായ ഒരു ജീവിതത്തിന് ഉടമയായിരുന്നു പ്രിയ മാതാവ്. തൻ്റെ മക്കളെയൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് അവരൊക്കെ വിവാഹിതരായി നല്ല നിലവാരത്തിലെത്തുവാൻ തക്കവണ്ണം ഈ പ്രിയ മാതാവിലൂടെ സാധിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരിക്കലും അവർക്ക് നിരാശപ്പെടേണ്ടതായ ആവശ്യം ജീവിതത്തിൽ വന്നിട്ടില്ല. അപ്രകാരം നല്ല ഒരു അന്ത്യം പ്രാപിക്കാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. അപ്രകാരം തുടർന്നുള്ള ഇനി ഈ മാതാവിനെ കാണുവാനായിട്ട് നമുക്ക് ആർക്കും സാധ്യമല്ല. എന്നാൽ ഒരു പ്രത്യാശയുണ്ട്, കർത്താവിന്റെ സന്നിധിയിലേക്കാവുന്നല്ലോ ഈ പ്രിയ മാതാവ് കടന്നുപോയിരിക്കുന്നത്. അപ്രകാരം നമുക്ക് ഓരോരുത്തർക്കും വരും കാലങ്ങളില് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ പ്രിയ മാതാവിനോടൊത്ത് ആ നിത്യയിൽ കാണുവാന്നുള്ള ആ വലിയ പ്രത്യാശയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും അവശേഷിക്കുന്നില്ല. അപ്രകാരം ഒരു നല്ല നിദ്ര പ്രാപിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള അനുശോചനവും പ്രാർത്ഥനയും തരുണത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ഇപ്രകാരം അവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. ദൈവം നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. ഇതോടെ ഈ കുടുംബത്തിന്റെ സുഹൃത്തായിരിക്കുന്ന അഞ്ചൽ കല്ലൂപ്പുറമ്പിൽ മിസ്റ്റർ ചെറിയ കേശവമൂർ അനുശോചനം രേഖപ്പെടുത്തും.
വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ എല്ലാവർക്കും ക്രിസ്തുവിനെ. എൻ്റെ പേര് ചെറിയാൻ കെ സാബ്. ഈ മുന്നിൽ വേർപെട്ട ലീലാമ്മയുടെ അമ്മച്ചിയുടെ മൂത്ത സഹോദരൻ്റെ മൂത്ത മകൻ്റെ മൂത്ത മകനാണ് ഞാൻ. എങ്കിൽ കല്ലോപ്പറമ്പ് കുടുംബാംഗം. വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന പ്രിയ മാതാവിന്റെ കുടുംബത്തിൽ സഹകരിക്കാൻ ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന ബാധ്യതമാണ്. ക്ഷണഭംഗുരമായ ഈ ലോകത്തിൽ നിന്നും വേദനയില്ലാത്ത, കണ്ണീരില്ലാത്ത, മരണമില്ലാത്ത ലോകത്തിലേക്ക് ഈ സഹോദരി പോയിരിക്കണം. കർത്താവ് താൻ ഗംഭീരനാഥോടും പ്രധാന തോന്നുന്ന ലോകത്തോടും കർത്താവിന്റെ കാവത്തോടും കൂടെ ലോകത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർക്കും എഴുന്നേൽക്കുകയും ഇത് ജീവനോട് ഇരിക്കുന്ന നാം അവരോടെ കർത്താവിനെ എതിരേൽക്കാൻ നയങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. പ്രിയ മക്കൾക്കും ഈ കുടുംബത്തിൽ കലയിലെ കുടുംബത്തിലുള്ള എല്ലാ പ്രതിനിധികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് വേർപാടിൽ പ്രിയ മക്കൾ കല്ലൂർപ്പറമ്പിൽ കുടുംബത്തിൻ്റെ ആയിട്ടുള്ള 7 മക്കളുടെ കുടുംബത്തിൻ്റെ നാമത്തിലുള്ള അനുശോചനവും ആദരവും അറിയിച്ചു. ദയവായി നമ്മളെല്ലാവരും ഇപ്പോൾ പാസ്റ്റർ ജോർജ് കുട്ടി ചെന്നിത്തല PC ചർച്ചനൊപ്പം അനുശോചനം ചുരുക്കവാക്കുകളിൽ അറിയിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ലീലാമ്മയുടെ ദേവയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളോട് പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ശനിയാഴ്ച നിൽക്കുമ്പോൾ ഇവിടെ വന്ന് ലീലാമ്മയെ കാണുവാനിടയാക്കി. ഇന്നലത്തെ അവസ്ഥകൾ കണ്ട നിമിഷം മുതൽ ദൈവസന്നിധി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രകാരങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ ദൈവം നല്ലതൊന്നും ചെയ്തുള്ള മക്കൾ ദൈവത്തെ സ്തുതിക്കുക. മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 77 വർഷവേളയിൽ ഭൂമിയിൽ ജീവിക്കാൻ നല്ല അവസരങ്ങളെ കർത്താവ് നൽകി. എൻ്റെ വീട് ഈ വയലിന് തൊട്ടക്കരക്കരയാണ്. മാമ എൻ്റെ പപ്പായുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ജതി. ആ വിധത്തിലുള്ള റിലേഷനുകൾ കുടുംബമായിട്ടുണ്ട്. വളരെ ശാന്തമായ സമയമായി എൻ്റെ ചെറിയ പ്രായം മുതൽ കാണുവാനും ഞങ്ങളെയൊക്കെ വളരെ സ്നേഹിക്കുവാനും ഒക്കെ കരുതുവാനും ഒക്കെ ഇടയാക്കി തീർത്ത അനുഭവങ്ങളെയൊക്കെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ദൈവം തന്നെ സമയമായപ്പോൾ തൻ പ്രിയം വെച്ചിടത്തേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. നല്ല മാതാവായി കർത്താവ് കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നല്ല വീരനാഥത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാരണത്തോടെ സ്വർഗത്തിന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച പരിശുദ്ധമായ ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്ത അന്ന് ഈ പ്രിയ മാതാവ് കാവലധുനിയിൽ എഴുന്നേറ്റ് വരട്ടെ. അവിടെ വെച്ച് കാണാവുന്ന പ്രത്യാശ കുഞ്ഞുങ്ങളെ അവരെ ഭരിക്കട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ആലപ്പുഴ ഈസ്റ്റ് ചെന്നിത്തല അനുമത്തൂർ ദേവസഭയുടേതുമായ എല്ലാ ദുഃഖവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിനെ അവരെ ആശ്വസിക്കുമാറാകട്ടെ. ഇപ്പോൾ പൊല്ലൂർ YMCA പ്രതിനിധീകരിച്ചുകൊണ്ട് ഷിബു കെ ജോർജ് അനുശോചനം രേഖപ്പെടുത്തി. ഇടവക വികാരി ബഹുമാനായിട്ടുള്ള വിജയ് ഡാനിയൽ അച്ഛൻ, പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നാം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നാം ഈ ലോകം വിട്ട് കടന്നു പോകുന്നത്. ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള അനുഭവങ്ങളും ആ കാലഘട്ടവുമാണ് മനുഷ്യന്റെ ജീവിതം. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനിശ്ചിതമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞതാണ്
മനുഷ്യന്റെ ജീവിതം. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ സുനിശ്ചിതമായിട്ടുള്ളതൊന്നുണ്ട്, അത് മനുഷ്യന്റെ മരണമാണ്. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് മരണം ഒരിക്കലും ഒരു മനുഷ്യന്റെ അവസാനമല്ല. കഷ്ടവും പ്രയാസവും ദുഃഖവും രോഗവും വേദനയും നിരാശയും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞ ഈ നശ്വരമായിട്ടുള്ള ലോകത്തിൽ നിന്ന് അനശ്വരമായിട്ടുള്ള ലോകത്തിലേക്ക്, അതായത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ദൈവം വിളിച്ച് ചേർക്കുന്ന അനുഭവമാണ് മരണം. ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവമാണ് മരണത്തിൽ കൂടി ലഭിക്കുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു ക്രൂശ് മരണത്തിന് തൊട്ടു മുമ്പായി ശിഷ്യന്മാരെയും പ്രിയപ്പെട്ടവരെയും ഉറപ്പിക്കുന്ന ഒരു സംഭവം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള ഭവനം തമ്പുരാൻ ഒരുക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഒരിക്കലിന് ശേഷം നമ്മെ വിളിച്ച വേർതിരിക്കുന്നത് മരണത്തിൽ കൂടിയാണ്. പ്രിയ മാതാവിന്റെ ധന്യമായ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 77 വർഷക്കാലം ഈ ഭൂമുഖത്തെ ജീവിപ്പാൻ തക്കോണം തമ്പുരാൻ അവസരം പ്രദാനം ചെയ്തു. നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുറക്കപ്പെടുവാനും വിദ്യാഭ്യാസം നേടുവാനും കുടുംബ ജീവിതത്തിന്റെ ധന്യതകൾ അനുഭവിക്കുവാനും മക്കളെ വളർത്തുവാൻ, അവരുടെ വിദ്യാഭ്യാസം, കുടുംബ ജീവിതം അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരുടെ സന്തോഷമൊക്കെ കണ്ട് സന്തോഷിക്കുവാൻ, അവസാന സമയം അവരുടെ ശുശ്രൂഷയൊക്കെ നന്നായി സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോട് പ്രത്യാശയോട് ഈ ലോകത്ത് നിന്ന് യാത്രയാകുവാൻ തക്കവണ്ണം ദൈവം അവസരം പ്രദാനം ചെയ്തു. ഒരു ധന്യമായിട്ടുള്ള ജീവിതമാണ്. പ്രിയ മാതാവിന്റെ മൂത്ത മകൻ പ്രിയ ജേക്കബ്, വൈഫ് സെസി, അനുജത്തി ഷീജ, ഇവരെ 3 പേരും ഒരു YMCയുടെ ലൈഫ് മെമ്പേഴ്സായി വളരെ സജീവമായിട്ടുള്ള നേതൃത്വം നൽകുന്നവരാണ്. ഒരു YMCയുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഉന്നമനത്തിന് തങ്ങളാൽ ആവോളം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രിയ മാതാവിന്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ YMCയിലെ എല്ലാ അംഗങ്ങളും പങ്കുചേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അവരെ കണ്ണുനീരുടെയും ഹൃദയത്തിന് അതിവേദനയും വായിച്ചു കളഞ്ഞ് സർവശക്തനായിട്ടുള്ള ദൈവം സകല ബുദ്ധിയും കവിയുന്നതായിട്ടുള്ള സ്വർഗീയ സമാധാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ എന്നീ അവസരത്തിന് പ്രാർത്ഥിക്കുക. പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരം എവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, നമുക്കും ഇതുപോലൊരു അവസരമുണ്ട്, ഇതുപോലെ സമയമുണ്ട്. നാമും മരണം വഴിയായി ഈ ലോകത്ത് നിന്ന് കടന്നു പോകേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവും പ്രവർത്തനവും എല്ലാം ക്രമീകരിച്ചുകൊണ്ട് നല്ല മക്കളായി, ദൈവത്തിന്റെ മക്കളായി, നല്ല പോർ പൊരുതി ഓട്ടം തിരിച്ച് വിശ്വാസം കാത്ത് ആ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ എല്ലാവർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നാം ഇവിടെ വിട്ട് കടന്നു പോകുമ്പോൾ പ്രിയ മാതാവിനെ അവിടെ വെച്ച് കാണാമെന്നുള്ള പ്രത്യാശയോട് ജീവിപ്പാൻ ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയ മാതാവ് കാണിച്ച ഒരുപടി നല്ല മാതൃകൾ വ്യക്തി ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ പകർത്താൻ കൊള്ളാവുന്ന നല്ല മാതൃകളെ പകർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ പ്രിയപ്പെട്ടവർക്കെല്ലാം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി തീരുവാൻ പ്രത്യാശയോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി പ്രിയ മാതാവിനെ യാത്രയാക്കുവാൻ തമ്പുരാൻ ഇടയാക്കട്ടെ. എല്ലാ ക്രമീകരണങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിക്കുക. YMCയുടെ അനുശോചനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ആദര സൂചകമായി YMCയുടെ പ്രസിഡന്റ് ബോബി, മുൻ പ്രസിഡന്റ് ശക്രിയ വർഗീസ് സാർ, KG എബ്രഹാം സാർ, ബാബു സാറ്, തങ്കച്ച് സാർ ഇവർ ചേർന്നിട്ട് റീത്ത് സമർപ്പിക്കുന്നതാണ്. എബ്രഹാം മാത്യു സാർ ഇവർ ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നു. സഹായിക്കും ലോകം തുണയ്ക്കുമോ ജീവൻ പോയിടുമ്പോ ആശ്രയിക്കുമോ
ജീവന്റെ നായകൻ ദേഹി ചോദിച്ച ഭാര്യമക്കൾ ബന്ധു മിത്രേമന്ദിത്തി കേരളത്തിരുകിട്ടു മാവിലടിക്കുന്നു ഇവരും താൻ ചെയ്ത കർമ്മങ്ങൾ കോർത്തതോ ശീഘ്രമായി പ്രാപിപ്പാൻ ലോകം വിട്ടിടുന്നു. ദൈവമേ നിൻ മുന്നിൽ ഞാൻ വരും നേരത്തിൽ നിൻ മുഖവാത്സല്യം
ആരു സഹായിക്കും? ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോ ആശ്രയമാരുള്ളൂ? ആരു സഹായിക്കും? ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോ ആശ്രയമാരുള്ളൂ? ലീലമാമയുടെ അയൽവാസിയും ഇപ്പോൾ പേപ്പർ മില്ലിൻ്റെ പ്രദേശത്ത് താമസിക്കുന്നതുമായ പ്രിയപ്പെട്ട ലില്ലിക്കുട്ടിയ മാമ ഒരു വാക്ക് അനുശോചനം അറിയിക്കുന്നത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ലീലമാമയുടെ വേർപാട് മൂലം ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ദൈവം തൻ്റെ ആശ്വാസ വചനങ്ങളാൽ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് സമാധാനം നൽകുമാറാകട്ടെ. വേദോസ്തവ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പൊടി പണ്ടായിരുന്നതുപോലെ മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് അവൻ അയച്ചവരിലേക്ക് മടങ്ങിപ്പോകും. ഇതാകുന്നു ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് കയറിച്ചെന്നേ മതിയാവൂ. പ്രിയപ്പെട്ട ലീലമാമ തൻ്റെ വിശ്രമ ജീവിതത്തിൽ നിന്ന് താൻ പ്രിയം വെച്ചതായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആണ്. അതിയായ ദുഃഖമുണ്ട്. എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദിവ്യമാകുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് ക്രിസ്തു കാക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ഈ പ്രിയപ്പെട്ട ലീലമാമ സുഖമില്ലാതിരുന്ന സമയത്ത് അടിയനിവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ എൻ്റെ സഹോദരിയും കൂടെ കടന്നു വന്നപ്പോൾ അമ്മാമ്മ ചോദിച്ചു, കടന്നു വന്നത് ആരാകുന്നുവെന്ന്. അപ്പോഴും പറഞ്ഞു, ജോർച്ചായൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. അവരെ വിടല്ലേ, അവർ പ്രാർത്ഥിച്ച് അവരെ വിടാവേ, അവർ നല്ലൊരു ഫാമിലിയാണ് എന്ന് ഈ അമ്മാമ്മ പറയുവാനായിട്ടിടയായി തീർന്നു. ഇവിടുത്തെ അമ്മാമ്മയെ ശുശ്രൂഷിക്കുന്നതായ അമ്മാമ്മയുടെ മക്കൾ പറഞ്ഞു, ഇതുവരെയും സംസാരിക്കാതിരുന്നയാണ്, ഞങ്ങളുടെ സ്വരം കേട്ടപ്പോൾ അമ്മാമ്മയ്ക്കത് മനസ്സിലാകുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ ഇതിലെ വീട്ടിലോട്ട് വരുമ്പോൾ ഈ അമ്മാമ്മ പേര് ചൊല്ലി ഞങ്ങളെ വിളിക്കും, നിനക്ക് സുഖമാണോ എന്ന് തിരക്കും. അമ്മാമ്മയുടെ ഈ ലോക ജീവിത വാസത്തിൽ ഞങ്ങളുടെ ഭവനവുമായി അമ്മാമ്മയ്ക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. എൻ്റെ അമ്മയോട് വളരെ സ്നേഹമായിരുന്നു. എപ്പോഴും കൊച്ചമ്മയെന്ന് സംബോധന ചെയ്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മാമ്മ പ്രിയ ഇളയ കുഞ്ഞായ അനിയം കൊണ്ട് ആ ഭവനത്തിൽ കടന്നു വരികയും ദീർഘനേരം അമ്മയോടൊപ്പം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേദോസ്തവം ഇപ്രകാരം പറയുന്നുണ്ട്, സകലതും കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു സുദിനമുണ്ട്. ഈ നമ്മെ വിട്ടുപോയ ഈ അമ്മാമയെ മുഖാമുഖമായി കാണുവാൻ നമ്മുടെ പൗരത്യ സ്വർഗത്തിലാണ്. അവിടുന്നാണ് കർത്താവായ യേശു ക്രിസ്തു രാജാവായി വരുന്നത്. അപ്പോൾ ഈ അമ്മാമേ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, പിന്നെയോ അതൊരു നിത്യതയുടെ ആരംഭമാണ്. തമ്മിൽ കാണാമെന്നൊരു പ്രത്യാശ നമ്മെ ഭരിക്കുന്നുണ്ട്. അധമമായ ഒരു സ്ഥാനത്ത് നിന്ന് ഉത്തമമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം നമ്മെ ആക്കി. ഇനി അത്യുത്തമമായ ഒരു സ്ഥാനം പ്രിയപ്പെട്ട അമ്മാമയ്ക്കായി ദൈവം കരുതിയിട്ടുണ്ട്. ആ നല്ല ധന്യ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ട ജൈനമ്മയോടും ഒക്കെ ചേർന്ന് ഇവിടെ താമസിക്കുമ്പോൾ വളരെ സന്തോഷപൂർണമായ ഒരു ജീവിതമാകുന്നു കാഴ്ചവെക്കുവാനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊണ്ടവർ ചിലർ നിത്യജീവനായും ചിലർ നിന്നയ്ക്കും നിത്യലജ്ജയ്ക്കുമായി ഉണരുമ്പോൾ ഈ പ്രിയപ്പെട്ട അമ്മാമ ഏതിനായി ഉണരുവാനായി താനായിരിക്കുന്നു. തൻ്റെ എല്ലാവിധമാകുന്ന ഓർത്ത് ദൈവത്തെ ദൈവത്തിന്
ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് ആ യേശുവിൻ്റെ കൂടെ ഇരിക്കുവാനായിട്ട് ദൈവം സ്ഥലം ഒരുക്കുകയാണ്. അവിടെ ഇരിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അമ്മാമ്മ കടന്നു പോയിരിക്കുകയാണ്. ദാവീദ് പറഞ്ഞതുപോലെ ഇനി ഞാൻ അവിടെ ചെന്ന് കാണത്തേ ഉള്ളൂ. അതുപോലെ അമ്മാമേ, നമുക്ക് അവിടെ ചെന്ന് കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിത്യതയ്ക്കായി ഒരുങ്ങുന്ന ഒരു വലിയ പ്രത്യാശയാണ്. അതാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ക്രിസ്തുവിൽ നിന്നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിനായി സ്തോത്രം എഴുതുക. ഇന്നു മുതൽ ക്രിസ്തുവിൽ ഭരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. മാമയുടെ എല്ലാവിധമാകുന്ന പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കുകയാണ്. ഇനി കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുള്ളതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ട മക്കളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശുശ്രൂഷിച്ച എല്ലാവരെയും ദൈവത്തിൻ്റെ പക്കൽ ഒരു പ്രതിഭ വാഹിക്കുമ്പോൾ അത് പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം തൻ്റെ ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുകയും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നതായ പേപ്പർ മിൽ ബദേൽ സഭയുടെ എല്ലാവിധമാകുന്ന എൻ്റെ സഹോദരങ്ങളുടെ എല്ലാവിധമായ പ്രത്യാശയും ഈ തരണത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം കൈവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ധാരാളം എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഇപ്പോൾ പത്തൂരയിലെ ഷാരോൺ ചർച്ചിലെ പാസ്റ്റർ ബിജു പാസ്റ്റർ നമ്മുടെ അനുശോചനം അറിയിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷമായിട്ട് കുടുംബാംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചാൻ കുടുംബത്തിൻ്റെ പേരിലുള്ള ദുഃഖവും അനുശോചനവും അറിയിക്കുന്നതായിരിക്കും. ജോർജ് കുട്ടിച്ചാനും ദയവായി മുന്നോട്ട് വരണം. ഇനി ആരെങ്കിലും അനുശോചനം അറിയിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഉള്ളവരുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരണമേ എന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊള്ളട്ടെ. പാസ്റ്ററെ ക്ഷണിക്കുന്നു. വീണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിനം വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയിൻ ദിനം കർത്തൻ കാഹളനാദത്തിൽ ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്താവിൻ്റെ തന്നെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ മാതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ദേശനിവാസികൾ എല്ലാവരെയും ദൈവം സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ദീർഘമായ 77 വർഷക്കാലം വാത്സല്യ മാതാവ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം ഭാഗ്യം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് മുന്നമേ ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ടവരൊക്കെ സൂചിപ്പിച്ചതുപോലെ മരണമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ സമയം നിശ്ചയമല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ 77 വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ പ്രിയ വാത്സല്യ മാതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ തെസ്സലോനിക്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ വാക്യങ്ങളിൽ പറയുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരെയും ക്രിസ്തുവിൽ മരിക്കുന്നവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കേൾക്കുവാനിടയായി. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ ജനിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ക്രിസ്തുവിൽ ജനിക്കുന്ന വ്യക്തി ക്രിസ്തുവിൽ ജീവിതം ധന്യമായി മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി ക്രിസ്തുവിൽ മരിക്കുവാനിടയായി തീരും.
അതാണ് ഏറ്റവും ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. ഭക്തന്മാരായ ദൈവവചനമനുസരിച്ച്, ദൈവകൽപ്പനയനുസരിച്ച് അന്ത്യം വരെയും വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. ആ വ്യക്തി ജീവിതമെന്ന് പറയുന്നത് 3 കൂട്ടം കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുന്നു. കാരണം ഈ ഭൂമിയിൽ ലഭിക്കുന്ന സകല സൗഭാഗ്യങ്ങളെക്കാളും മെത്തരമായതൊന്ന് തൻ്റെ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിൽ താൻ മനസ്സിലാക്കിയ അതിൻ്റെ കാഴ്ചപ്പാടിൽ 3 കൂട്ടം കാര്യങ്ങൾ ഈ ലോകത്തിൽ നിന്ന് താൻ ഉപേക്ഷിച്ചു പോകുകയാണ്. ഒന്ന്, താൻ അല്പവർഷങ്ങളായാലും ദീർഘവർഷങ്ങളായാലും ഈ ഭൂമിയിൽ പാർത്ത ഈ ഭൂമിയെ ആ മനുഷ്യൻ, ആ വ്യക്തി ജീവിതങ്ങൾ വെടിയുന്നു. കാരണം ഈ ഭൂമി നശിക്കുന്നതാണ്. തീയാൽ കത്തുന്ന ഭൂമിയും അതിൻ്റെ പണികളും വെന്തുപോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുമ്പോൾ ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല, ഇത് കത്തിയെഴിയുന്ന ഭൂമിയാണ്. ഈ ഭൂമി ഒരു വിശുദ്ധനായി ജീവിച്ച ഒരു വ്യക്തി ജീവിതങ്ങൾ ഈ ഭൂമി വിട്ടുപോകും. 2, തൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു. കാരണം രോഗമുള്ള, ദുഃഖമുള്ള, വേദനയുള്ള, ഭാരമുള്ള ഈ ശരീരം വേദനയില്ലാത്ത, രോഗമില്ലാത്തതായ ആമേൻ ഒരു പുതിയ തേജസ്സിൻ്റെ ശരീരം പ്രാപിക്കുവാൻ ഈ ഭൂമിയിൽ താൻ ജീവിച്ചപ്പോൾ, ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ തനിക്ക് ലഭിച്ച ആ വലിയ പ്രത്യാശയാണ് ഈ മൺകൂടാരം ഇവിടെ അതേ സ്തോത്രം ഉരിഞ്ഞിട്ട് തേജസ്സിൻ്റെ ഒരു ശരീരം പ്രാപിക്കും. മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച മൺപുരകളിൽ പാർത്ത് തിരികെ മണ്ണിലേക്ക് ചേരുന്ന മനുഷ്യൻ്റെ അതേ സ്തോത്രം അല്ലെങ്കിൽ അല്പകാല ജീവിതം ഉപേക്ഷിച്ചിട്ട് നിത്യമായ അനുഭവത്തിലേക്ക് താൻ എത്തിച്ചേർന്നു. 3-മതായിട്ട് താൻ വിട്ടേച്ചു പോകുന്നത് ഇവിടെ പാർക്കുന്ന ഭവനമാണ്. അല്പകാലം മാത്രം, അല്ലെങ്കിൽ 30, 40, 50, 60, 80 വർഷക്കാലം ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവം ആമേൻ സ്തോത്രം സ്ഥിരമല്ലാത്ത, ശാശ്വതമല്ലാത്ത ഈ ഭവനം വിട്ടേച്ച് അതേ ആ വ്യക്തി ജീവിതങ്ങൾ പോകുന്നു. കാരണം എന്തെന്നറിയാമോ? കൈപ്പണിയില്ലാത്ത ഒരു നിത്യഭവനം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു എന്നുള്ള പ്രത്യാശ തൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ഈ 3 കൂട്ടം കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് ഉപേക്ഷിച്ചു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഡെഡ് ബോഡി ഇവിടെ കിടക്കുമ്പോൾ ഇവിടെ മുഴങ്ങുന്ന ദൈവശബ്ദമൊന്നും ഈ വാത്സല്യ മാതാവ് കേൾക്കുന്നില്ല. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇന്ന് വരെ ഈ ദൈവരാജ്യത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. സമയം നീട്ടിവെക്കല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതുവഴി കടന്നു പോകേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി ക്രിസ്തുവിനെ സ്നേഹിച്ച്, ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജയജീവിതം നയിച്ച്, ക്രിസ്തുവിന് വേണ്ടി അന്ത്യം വരെയും വിശ്വസ്തയോടെ നിൽക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരുങ്ങാം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അനുവദിക്കുന്ന ഈ ആയുസ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. എപ്പോഴാണെങ്കിലും കർത്താവ് വിളിച്ചാൽ, കർത്താവേ ഞാനിത് അങ്ങയുടെ കരങ്ങളിലേക്ക് വരുന്നു എന്ന് വിശ്വാസത്തോടെ പറയുവാൻ നമുക്കെല്ലാവർക്കും കഴിയണം. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തുമ്പോൾ, പ്രിയരെ, എങ്ങനെയാണ് ഈ ക്രിസ്തുവിൽ മരിക്കുക എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിൽ ജീവനോടിരിക്കുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസസ്ഥാനം സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട്, ദൈവകൽപ്പനയാകുന്ന കൽപ്പന അനുസരിച്ചുകൊണ്ട് വിശ്വാസ ജീവിതം നയിച്ചാൽ ക്രിസ്തുവിൽ മരിക്കുവാനിടയായിത്തീരും. ഈ അനുഭവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ ദുഃഖത്തിൽ എൻ്റെ കുടുംബവും ഞാൻ ശുശ്രൂഷിക്കുന്ന 10 വിറ ഇവിടെ അടുത്തുള്ള ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പേരിലുമുള്ള മാനുഷികമായുള്ള ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കുടുംബത്തിന്റെ പേരിൽ അറിയിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ കുടുംബാംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് കുട്ടിച്ചാൻ അനുശോചനം അറിയിച്ച് സംസാരിക്കുന്ന ജോർജ് കുട്ടിച്ചാൻ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അമ്മാമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ 2ാമത്തെ മരുമകനാണ് ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വന്നതാണ്. അമ്മാമ്മയുടെ മൂത്ത ജ്യേഷ്ഠത്തിയും കുടുംബാംഗങ്ങളെല്ലാവരും പ്രായാധിക്യത്താൽ സുഖമില്ലാതിരിക്കുന്നു. ബാംഗ്ലൂർ, അവർക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവർ വരാഞ്ഞത്. എനിക്കിവിടെ രാവിലെ വരാൻ പറ്റിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അമ്മാമ്മയുടെ ദേഹവിയോഗത്തിൽ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും ദൈവം ആശ്വാസം പകർന്നു കൊടുക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനം ഇതോടൊപ്പം അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.
ശോഭയേറും നാട്ടിലെൻ്റെ നാഥൻ കൂടെ പാർക്കുവാ. ശോഭയേറും നാട്ടിലെൻ്റെ നാഥൻ കൂടെ പാർക്കുവാ. ഇന്നലത്തെ എൻ്റെ ലോകം ക്ലേശവും ദുരിതവും ഇന്നെനിക്ക് ശാന്തിയേറും നിത്യലോക വാസമാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇടവ വികാരി അച്ഛൻ, ഇടവ ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ,